ചില കല്യാണങ്ങളോടുകൂടെയൊക്കെ നടക്കുന്ന ആഭാസങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഒരു വിവാഹം എന്ന് പറയുന്നത്, ആ വിവാഹത്തിൽ സമാധാനവും സന്തോഷവും നൽകേണ്ടവൻ റബ്ബാണ്. അതിൽ ഹൈറായ മക്കളെ നൽകേണ്ടവൻ റബ്ബാണ്. ഭാവിയിൽ ഈ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകേണ്ടവൻ റബ്ബാണ്. ആ റബ്ബിന്റെ സഹായമില്ലാതെ വല്ലതിനും സാധിക്കുമോ? 2, 3, 4 മക്കളുള്ള സ്വന്തം ഭാര്യ ആ മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോകുന്ന രംഗങ്ങൾ. 3, 4 മക്കളായിട്ട് എനിക്ക് ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന സ്ത്രീകൾ. ഇതേപോലെ 3, 4 മക്കളുണ്ടായതിനു ശേഷം സ്വന്തം ഭാര്യയോട് മനസ്മടുത്തു, ഇനി അവൾ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഭർത്താക്കന്മാർ. ഇതൊക്കെ നമ്മൾ ദിനേന കാണുന്നില്ലേ? ആരാണ് നമുക്ക് സന്തോഷകരമായ ജീവിതം മരണം വരെ തരേണ്ടത്? ആരാണ് നമ്മെ നിയന്ത്രിക്കുന്നത്? ആരാണ് നമ്മെ ഭരിക്കുന്നത്? അവനല്ലേ അല്ലാഹ്. ആ അല്ലാഹു പൊരുത്തപ്പെടാത്തത് നിക്കാഹിന്റെ സമയത്ത് തന്നെ സ്വർണത്തിന്റെ മോതിരവും ധരിച്ചുകൊണ്ട് നിക്കാഹിനിരിക്കാമോ? നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ അതേ നന്നായി ചമയിച്ചൊരുക്കിയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി മറ്റുള്ളവർക്ക് ദർശനത്തിന് വെക്കാമോ? ഇതേപോലെ സുബ്ഹാനല്ലാഹ്, ആ കല്യാണ സദസ്സിൽ ആഭാസകരമായ എന്തെല്ലാമോ നടത്താമോ? ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി പ്രശസ്തരായ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും നേതാക്കളെയുമൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി നിക്കാഹ് നടത്തി. അവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ പച്ച ഹറാബ് അതേ സ്റ്റേജിൽ തുടങ്ങി. അങ്ങനെയല്ലേ പല കല്യാണങ്ങളും പൊടിപിടിക്കുന്നത്? കാലം കുറച്ചേ മുന്നോട്ടെത്തിയാൽ ഇതിന്റെ ഭാവി കാര്യങ്ങൾ എന്താണെന്ന്, ദുന്യാവിലുള്ള വിഷയം നിനക്കറിയാമോ? ആഖിറത്തിലുള്ളതറിയാമോ? ഇല്ല. റബ്ബിനെ കുറിച്ചുള്ള ചിന്തക്ക് പകരം അഹങ്കാരം മനുഷ്യനെ പലതും ചെയ്യിപ്പിക്കുകയാണ്. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ. പടച്ചവന്റെ അടിമയാണെന്ന ബോധത്തോടെ ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ, അവർക്ക് അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. അവർ സ്റ്റാറ്റസ് നടിക്കാൻ വേണ്ടി ഹറാമും ഹലാലും നോക്കാത്ത പ്രവർത്തനങ്ങളില്ല. അവർ താഴ്മയോടെ ലോകത്ത് ജീവിക്കുന്നു.